ഇവിടെ ഇന്ന് എന്നോട് വർത്താനം പറഞ്ഞതാടാ. പെട്ടെന്ന് ശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് എന്റെ മടിയിലോട്ടങ്ങ് ചാഞ്ഞു. അമ്മേ അമ്മേ എന്താ എന്താ എന്റെ കാത്തൂന് പറ്റിയത്? അമ്മേ നോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഞാൻ പോയി ടാക്സി വിളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് അമ്മ റെഡി ആയിട്ടിരിക്കെ. വേണ്ട, എങ്ങും പോണ്ട. എന്റെ ശംഭു കുറച്ചു നേരം കാത്തൂന്റെ അടുത്ത് വന്നിരിക്കും. അപ്പൊ എന്റെ കുഴപ്പമൊക്കെ മാറും. എന്താ കാത്തു പറ. നീ പേടിക്കണ്ടടാ മോനെ. അമ്മ സംസാരിക്കാതെ കിടക്കമ്മേ. അയ്യോ, നിന്റെ കല്യാണം കാത്തൂന് കാണണം. എത്രയും പെട്ടെന്ന് കാണണം. അമ്മ ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നീ താല്പര്യം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടിരുന്നതാ. ചിലപ്പോ അതിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കും. നിനക്ക് ആ കൊച്ചിനെ ഇഷ്ടമല്ലേടാ മോനെ? പറ. അവളെ കല്യാണം കഴിക്കാണ് കാത്തൂന് വാക്കുതാ. താടാ ശംഭുവേ, കാത്തൂന് എന്നാലേ സമാധാനാകും. വാക്ക് തരൂ കാത്തൂന്, എന്നെ പറ്റിക്കരുത് നീ. എന്റെ ദൈവമേ, അയ്യോ മോനെ. എന്റെ മണ്ടക്കാട്ടമ്മേ, ഗണപതി ഭഗവാനെ, ഗുരുവായൂരപ്പ, എല്ലാം മംഗളമായി നടത്തി തരണേ. ദാ ഇനി മോള് സാറിന്റെ കയ്യിലോട്ട് കൊടുത്ത് കൈനീട്ടം വിറ്റാട്ടെ. ഇതാ മോളെ, ഐശ്വര്യമായിരിക്കട്ടെ. ദേവി, ഈശ്വരൻ സർവ്വ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. ഭരതൻ ചേട്ടന്റെ കൈനീട്ടം രാശിയാ മോളെ. നീ നോക്കിക്കോ, നിന്റെ ഈ ബിസിനസ്സുകളെല്ലാം അടിപൊളിയായിട്ട് വിജയിക്കും. ആ, ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ തോന്നിയത് വളരെ നന്നായി മോളെ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊതി തോന്നുമ്പോ ഇങ്ങോട്ട് വന്ന് ഒരു ലഡുവും ജിലേബിയും ഒക്കെ ഇവിടെ ഒളിച്ചു തിന്നാമല്ലോ. ഇത്തിരി ഷുഗർ ഉള്ളതിന്റെ പേരില് ബേക്കറി സാധനങ്ങളൊന്നും ഇവിടെ എന്നെ കൊണ്ട് തൊടിയിക്കുകയില്ല. അത് ശരി, അപ്പൊ അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? വെറുതെ അല്ല, പിള്ളേർ ഇങ്ങനെ ഒരു കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങൾ ഉത്സാഹം കാണിച്ചത്. എന്റെ കണ്ണ് വെട്ടിച്ച് കട്ടു തിന്നാൻ നിങ്ങൾ ഇവിടെ ഇരിക്കേ. ദേ പിള്ളേരെ, ഇങ്ങനെ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ചേക്കരുത് കേട്ടോ. സാറ് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ നല്ല അരിമുറുക്കുണ്ടാക്കി സാറിന് തരും. അതാവുമ്പോ പഞ്ചാരയുടെ അസുഖം ഉണ്ടാകുമെന്ന് പേടിക്കണ്ട. അത് വേണ്ടക്കാവേ. 2 ആഴ്ച കോയമ്പത്തൂർ നിന്നപ്പോഴേ മുറുക്കിനോടുള്ള കൊതി തീർന്നു. മോളുടെ വക ഫുൾ ടൈം അരിമുറുക്കായിരുന്നു. അങ്ങനെയുള്ളത് വല്ലതേ കൊടുക്കാവുള്ളെന്ന് ഞാൻ അവളോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞു. അല്ലേ, നിങ്ങളിങ്ങനെ കഥയും കേട്ടോണ്ട് നിൽക്കുകയാണോ? അകത്തിരിക്കുന്ന പലഹാരങ്ങളുടെ അടുത്ത് വണ്ടിയിൽ വെക്ക്. ആൾക്കാർ കട തുറക്കാൻ സമയമായി. ഇങ്ങോട്ട് വന്നേ, ഒന്ന് പിടിച്ചോളേർക്ക. ഏതായാലും ഇയാള് ഭാഗ്യമുള്ളവനാടോ ശങ്കറെ. ഇത്രയും അധ്വാനശീലിയായ ഒരു ഭാര്യയെ തനിക്ക് കിട്ടിയല്ലോ. പെണ്ണുങ്ങൾക്ക് ജോലി തന്നെ വേണമെന്നില്ലടോ. മനസ്സ് വെച്ചാൽ അവർക്ക് വീട്ടിലിരുന്നും കാശുണ്ടാക്കാം. അത് ശരിയാ. പിന്നെ ഭാഗ്യത്തിന്റെ കാര്യം പറയുവാണെങ്കിലേ ഇവൾക്ക് യാതൊരു കുറവുമില്ല ഭരതൻ ചേട്ടാ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരുത്തനെ അല്ലേ ഇവക്ക് കിട്ടിയിരിക്കുന്നത്.
വീട്ടുകാരോടുള്ള വാശിക്ക് മത്സരിച്ച് സമ്പാദിക്കുന്നതൊക്കെ കൊള്ളാം. രണ്ടുപേരും ഈ ഓട്ടപ്പാച്ചലിനിടയില് ജീവിക്കാൻ മറന്നു പോകരുത്. ചെറുപ്പത്തിൽ ഓടി നടന്ന് സമ്പാദിച്ചിട്ട് വയസ്സുകാലത്ത് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരവാ. ബിസിനസ്സൊക്കെ പച്ച പിടിച്ച് വരുമ്പോഴേക്കും ഒരു കുഞ്ഞിക്കാലുകൂടി ആവാം. അയ്യടാ, അതൊക്കെ അവര് തീരുമാനിച്ചോളൂ. ഇങ്ങോട്ട് വന്നേ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പോ അമ്മാളു സീഡ്സിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. പോട്ടെ മോളെ. വാ, വാ. ആ, എന്താ ഫീൽഡ് ഓഫീസറിന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അത് വെറുതെ. കാര്യം എന്താന്ന് പറ മാഷേ. പറഞ്ഞ തനിക്ക് ഇഷ്ടമാവില്ല. കല്യാണത്തിന്റെ കാര്യം തന്നെയാ. ആ ബാഹുല്യൻ പിടിച്ചു പിടിയാലും നിൽക്കുക. നിശ്ചയ ഉടനെ വേണമെന്ന് അയാൾ പറയുന്നത്. നടക്കട്ടെ. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? തനിക്കത് പറയാം. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയാവൂ. നിശ്ചയവും കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ എന്ത് പറഞ്ഞ ഇങ്ങോട്ടേക്ക് വരിക? ഭരതം പിള്ളച്ചേട്ട സത്യങ്ങളൊക്കെ അറിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാത്തിലുപരി തന്നെയോട് തനിച്ചാക്കിയിട്ട് ഞാനിപ്പോ തനിച്ചല്ലല്ലോ ശങ്കർ. ഇക്കാമയും സുന്ദരമാമനും കൊച്ചുമൊക്കെ സഹായത്തിനുണ്ടല്ലോ. എന്റെ കാര്യോർത്ത് താൻ സങ്കടപ്പെടണ്ട. പിന്നെ ഭരതനങ്കിളുടെ ആന്റിയുടെയും കാര്യം എല്ലാം ഒത്തുവരുമ്പോഴേക്കും അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് രമ്യതയിലെത്താൻ പറ്റുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ഇനി അഥവാ അവര് കോംപ്രമൈസിന് സമ്മതിച്ചില്ലെങ്കിൽ കൂടി ഈ കാമയുടെ കെയർ ഓഫില് വേറെ എവിടെയെങ്കിലും നോക്കാലോ. അങ്ങനൊന്നും വരില്ല. ആ അങ്കിള് മനസ്സലിവുള്ളവനാ. നമ്മുടെ സാഹചര്യമൊക്കെ പറഞ്ഞ അയാൾക്ക് മനസ്സിലാവാതിരിക്കൊന്നുമില്ലല്ലോ. ഇയാൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നമ്മൾ നമ്മുടെ കാര്യം ഭംഗിയാക്കാൻ നോക്ക്. ആ ഒരു കാര്യം മറന്നു, ഒരു മിനിറ്റേ. ഫീൽഡ് ഓഫീസർക്ക് എന്റെ വക ഒരു സർപ്രൈസ്. എന്താ ഇത്? കുറച്ച് ക്യാഷാ. എല്ലാം കൂടി ഒരു 40,000 റുപ്പീസ്. ഇത് ഇയാൾക്കുള്ളതാ. ഏയ്, ഇങ്ങനെ കണ്ണുപിടിക്കണ്ട. ഇത് ശങ്കർ പലപ്പോഴായി എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ള കാശാ. പലിശയൊന്നുമില്ല. തൽക്കാലം മുതലുകൊണ്ട് സാറ് തൃപ്തിപ്പെടേണ്ടി വരും. ഈ കാമ എനിക്ക് വേണ്ടി തന്ന കാശിന്ന് ഈ ഒരു ഓഹരി ഞാൻ മാറ്റിയതാ. ഇപ്പൊ ഇയാൾക്ക് കാശിന് ഒരുപാട് ആവശ്യമുള്ള സമയല്ലേ, അതുകൊണ്ട് ഇത് വെച്ചോ. കടമൊക്കെ വീട്ടി താനെന്നെ തീർത്ത് ഒഴിവാക്കണോ? എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കടം വീട്ടിയാലും ഇയാളോടുള്ള കടപ്പാട് ഈ ജന്മം ഗൗരിക്ക് മറക്കാൻ പറ്റുമോ? വലിയ പണക്കാരിയൊക്കെ കല്യാണം കഴിച്ചു പോയാലും ഇയാളെയും ഇയാളുടെ ഒരു 100,000 കള്ളത്തരങ്ങളും എനിക്ക് മറക്കാൻ പറ്റുമോ ഫീൽഡ് ഓഫീസറെ? പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കി വിടുകയാണെന്നുള്ള ഒരു പരിഭവവും വേണ്ട. എനിക്ക് ഇന്ന് നന്ദിയോടെ ഓർക്കാൻ ഇപ്പൊ ഇങ്ങനൊരു മുഖമേ ഉള്ളൂ. അയ്യേ, ഇതെന്താ കല്യാണ ചെറുക്കൻ കറിയ? ഇയാളെ കുറിച്ചുള്ള വില കളയിക്കല്ലേ മാഷേ. ഞാൻ പോന്നു. അമ്മച്ചി എഴുന്നേറ്റ്. ദേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട മോളെ, നീ സണ്ണിക്ക് വല്ലതും കൊടുത്തോ? സണ്ണിച്ചായനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്.
അമ്മച്ചി ഇത് കഴിക്ക്. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മോളെ. അല്ലെങ്കിൽ തന്നെ എനിക്കിത് കഴിക്കാൻ പറ്റുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഈ വീട്ടിൽ വന്ന് കയറി ഇത്രയും നാളായിട്ടും എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഇതൊക്കെ അറിയുമ്പോ എന്നതാ ഉണ്ടാവാൻ പോകുന്നെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുക ഞാൻ. അമ്മച്ചി എന്തിനാ പേടിക്കുന്നത്? ഈ വീട്ടിൽ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. കുറെ കാര്യങ്ങളൊക്കെ എനിക്കും ബോധ്യപ്പെട്ടതാ. സണ്ണിച്ചായനും സൂസമ്മ ചേച്ചി ഒഴിച്ച് വേറെ ആരേലും അമ്മച്ചിയോടൊന്ന് സ്നേഹമായിട്ട് പെരുമാറുന്നത് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പച്ചൻ അടുക്കളക്കാരിന്ന് ഉറക്കെ പറയുന്നു. അമ്മച്ചിയുടെ മറ്റു 2 മക്കളും അത് മനസ്സിൽ പറയുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ചെറുപ്പത്തിലെ അതുങ്ങൾ അതൊക്കെ കണ്ടും കേട്ടും വളർന്നതല്ലേ. അപ്പനെ അടുക്കളക്കാരിയായിട്ട് തോന്നുന്നവളെ മക്കൾക്കും അങ്ങനെയല്ലേ തോന്നൂ. എന്നിട്ടെന്തേ സണ്ണിച്ചായ മാത്രം അമ്മച്ചിയോട് സ്നേഹത്തോടെ പെരുമാറുന്നു? ആ വ്യക്തിയും ഇതൊക്കെ കണ്ടും കേട്ടും തന്നെയല്ലേ വളർന്നത്. അപ്പൊ ബാക്കി 2 മക്കളും അതുപോലെ വളരേണ്ടവരല്ലായിരുന്നോ? ഇതൊന്നുമല്ല അമ്മച്ചി. കുഞ്ഞുനാളിലെ ആവശ്യത്തിൽ കൂടുതൽ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് വളർന്നതിന്റെ കേടാ. കാശുകൊണ്ട് എന്ത് നേടാന്ന് വിചാരിക്കുന്നവർക്ക് അമ്മച്ചി അടുക്കളക്കാരിയൊക്കെ ഒരുപോലെ ആയിരിക്കും. ഇത്തിരി വൈകിപ്പോയെങ്കിലും ഇനിയെങ്കിലും അമ്മച്ചിയുടെ വില എന്താണെന്ന് അവർ മനസ്സിലാക്കണം. അതിപ്പോ പൂക്കാടൻ പൗലോസ് മുതലാളിയുടെ കാര്യം അടക്കുവാ ഞാൻ ഈ പറയുന്നത്. ആദ്യമൊക്കെ ഒച്ചയെടുത്തും ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ തല്ലിയും ഒക്കെ നമ്മളെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ വഴങ്ങുന്നില്ല എന്ന് കണ്ട ഇവരൊക്കെ ഇങ്ങ് നിലത്തിറങ്ങി വന്നോളൂ. പെണ്ണിനെ പെണ്ണിന്റെ വില എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഓർത്ത് ഭയന്ന് വിഷമിച്ചിരിക്കാതെ അമ്മച്ചി ദേ ഇതെടുത്ത് കഴിച്ചേ. വേണ്ട മോളെ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഈ വീട്ടിൽ എല്ലാവരും കഴിച്ചിട്ടേ അമ്മച്ചിക്ക് ആഹാരം ഇറങ്ങും. അതാ ശീലം. നീ നിർബന്ധിക്കണ്ട. കൊണ്ടുപോയി സണ്ണിച്ചന് കൊടുക്ക്. മരുന്ന് കഴിക്കാനുള്ളതല്ലേ. മോള് പറയുന്നത് കേൾക്ക്. എന്റെ മാതാവേ, എവിടെയാടി? അകത്തമേ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമുക്കൊപ്പം വന്ന് ചമഞ്ഞിരിക്കുന്നതാണല്ലോ. ഏയ്, അവള് വരലിച്ചായ. ഭർത്താവിനും അവൾക്കുള്ളതേ മുറിയിലേക്ക് കെട്ടിയെടുത്തിട്ടുണ്ട്. ഹാവൂ, ആശ്വാസമായി. ആ നശിച്ച മുഖം കാണാണ്ട് വല്ലതും കഴിക്കാലോ. എന്നാടാ ഇവിടുത്തെ മഹിളാമണികളൊക്കെ ചത്തു തുലഞ്ഞോ? അതോ വന്നു വല്ലതും തിന്നിട്ട് പോയിക്കോണമെന്ന് നിയമം വല്ലതും നിന്റെ അമ്മച്ചി പാസാക്കിയോ? ശരിയാണല്ലോ, കുറെ നേരായല്ലോ, ആരും കാണുന്നില്ലല്ലോ. അമ്മച്ചിയേ, എടി സൂസമോ, സൂസമോ, നീ അവിടെ എന്നെ പൂരം കണ്ടുകൊണ്ടിരിക്കുവാടി. ഇവിടെ ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ? പോയി എന്നാന്ന് വെച്ചാൽ എടുത്തോണ്ട് വാടി. ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്നാ പറ്റി? അരി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു? അത് പിന്നെ അമ്മച്ചിക്ക് നല്ല സുഖമില്ലായിരുന്നോണ്ട്. സുഖമില്ലാത്തത് അമ്മച്ചിക്കല്ലേ, അതിന് നിന്റെ കൈ പണയം വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്താടി ചോദിച്ചു കേട്ടില്ലേ? എന്നതാ ഒന്നും ഉണ്ടാക്കാഞ്ഞെന്ന്. അത് ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞു. അതെന്നാടി, അവളുടെ അപ്പൻ ചത്തേന്റെ ഓർമ്മ ദിവസമാണോ ഇന്ന്? ഓഹോ, അമ്മച്ചി പറഞ്ഞു കേട്ട് നീ അതങ്ങ് അവസരമാക്കി എടുത്തു. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്നാടി വായു ഒലിച്ചു കേറ്റുവോ? നിന്നെ നീ ഇവളുടെ തലയെടുക്കാനൊന്നും നിൽക്കണ്ട. ഇവളോടൊന്ന് അടുക്കള കയറണ്ടെന്ന് പറഞ്ഞത് ഞാനാ. ഏതായാലും ഇവിടുത്തെ അടുക്കള ഭരണം എനിക്കാണെന്നാണല്ലോ വയ്പ്. അപ്പൊ പിന്നെ അവിടുത്തെ കാര്യങ്ങളെങ്കിലും ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കണ്ടായോ? ഓഹോ, അപ്പൊ അമ്മച്ചിയും മരുമോളും കൂടെയുള്ള ഒത്തുകളിയാണല്ലേ? അല്ല, എന്നതാണാവോ പെട്ടെന്ന് ഇങ്ങനെ ഒരു അടുക്കള ബന്ധം സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശം? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.
വെറുതെ പാപ്പിച്ചയ. ഇത് അടുക്കള സമരമൊന്നുമല്ല, നമ്മളെ പട്ടിണിക്കിടാൻ അവള് മെനഞ്ഞുണ്ടാക്കിയ തന്ത്രമാ. അതിന് അമ്മച്ചിയുടെ വക സപ്പോർട്ടും. അടുക്കള പൂട്ടിയേക്കുവാണേലേ പിന്നെ ഇവിടുത്തെ മൂത്ത മരുമോൾ അവൾക്കും അവളുടെ കെട്ടിയോനുള്ള ആഹാരവുമായിട്ട് മുറിയിലേക്ക് പോകുന്ന ഞാൻ കണ്ടതാണല്ലോ. അതെവിടുന്ന് വന്നു? മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നാവടക്കടി. അത് അവളെ അവളുടെ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കിയതാ. അല്ലാതെ എല്ലാവർക്കും വെച്ച് വിളമ്പാനേ അവളും ദേ ഈ നിൽക്കുന്ന പെണ്ണും ഇവിടുത്തെ വേലക്കാരികളൊന്നും അല്ല. നിനക്ക് വേണമെങ്കിൽ നീ തനിയെ പോയി വെച്ചുണ്ടാക്കി കഴിക്ക്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇവർക്കും കൂടി കൊടുക്ക്. ഒരു ദിവസം അപ്പനും ആങ്ങളയ്ക്കും വല്ലതും വെച്ചുണ്ടാക്കി കൊടുത്തു വെച്ച് കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ല. അന്നമ്മ അടുക്കള അടച്ചിട്ടെന്റെ കാര്യം എന്നാന്ന് പറഞ്ഞില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാ. എന്റെ മോനെ കൊല്ലാനും കൊല്ലിക്കാനും നോക്കിയവർക്കേ ഇനി വെച്ച് വിളമ്പി കൊടുക്കാൻ എനിക്ക് സൗകര്യപ്പെടുകയില്ല. അവനെ അരിയും തവിടും കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല, ഞാൻ നൊന്ത് പ്രസവിച്ചത് തന്നെയാ. എനിക്ക് ആദ്യം ഉണ്ടായതിനെ കൂടപ്പിറപ്പുകളും തന്തയും കൂടെ ചേർന്ന് ജീവച്ഛവമാക്കി കിടത്തിയില്ലേ? അവനെ ആ കോലത്തിൽ കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നും വിശപ്പ് മാറ്റാൻ പടച്ചുണ്ടാക്കാൻ പറ്റുകയില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ പാപ്പിച്ചയ, ഇത് മോനും മരുമോളും അമ്മായിയമ്മയെ കൂട്ടുപിടിച്ചോണ്ടുള്ള കളിയാ. അതേടി, കളി തന്നെയാ. നിങ്ങൾക്ക് അപ്പനും മക്കൾക്കും ഒത്തുചേർന്ന് ഒരുത്തനെ കൊല്ലിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അവനെ രക്ഷിച്ചെടുക്കാനും അറിയാം. ഇനി എന്റെ ചെറുക്കനെ പഴയതുപോലെ തിരിച്ചു കിട്ടാതെ അന്നമ്മ ഈ അടുക്കള തുറക്കുന്ന പ്രശ്നമില്ല. അമ്മച്ചി ഇത് ആരോടെ വാശി തീർക്കുന്നേ? അവന് ഞങ്ങൾ എന്നാ ചെയ്തു എന്നായി പറയുന്നേ? അവനവന്റെ കയ്യിലിരിപ്പ് നന്നായില്ലെങ്കിലേ ഇതുപോലെ നാട്ടുകാരെടുത്ത് മേയും. അതിന് ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് ഒരു കാര്യമില്ല. നാശങ്ങളും അതിനെ രണ്ടിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടാലേ സ്വസ്ഥത കിട്ടൂ. നിനക്ക് ചൊണയുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കടി. അപ്പന്റെ ബലത്തിലേ നീ ദൈവത്തിന് നിരക്കാത്തത് കാണിക്കാൻ ഒരുമിട്ടാലുണ്ടല്ലോ, ഇങ്ങനെ ഒരെണ്ണത്തിനെ പെറ്റിട്ടില്ലെന്ന് ഞാനും അങ്ങ് കരുതും. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ബെനിജ, എന്നതാ ചാച്ചാ? വല്ലതും വായ്ക്ക് രുചിയായിട്ട് വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരാളെ തപ്പിയെടുക്കുക. ഇനി കുറച്ചു നാള് ഇവിടുത്തെ മഹിളാമണികളൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ശരിയാ ചാ. ഒന്നുമില്ലേലും വായിക്ക് രുചിയായിട്ട് എന്നതേലും കഴിക്കെങ്കിലും ചെയ്യാലോ. സുസുമോ, നീ ഒന്ന് മുറിയിലോട്ട് വന്നേ. നീ എന്നത്രയാണ് അവളുടെ കാരണം പോകാൻ വിളിക്കുന്നത്? അടുക്കള പൂട്ടിയത് ഞാനാ. നിനക്കതിന്റെ കേട് തീർക്കണമെങ്കിൽ ആദ്യം നിന്റെ പെറ്റമ്മച്ചിയുടെ കാരണം തടിക്കടാ. നീയും നിന്റെ പെങ്ങളും ഒക്കെ ഇപ്പോഴിവിടെ ഞെളിഞ്ഞു നിൽക്കുന്നതേ നീയെല്ലാം ചേർന്ന് ജീവച്ഛവമാക്കിയ അവന്റെ ദയ കൊണ്ടാണടാ. അതറിയണമെങ്കിലേ ചോദിച്ചു നോക്ക് നിന്റെ ചാച്ചനോട്. പുറത്തുനിന്ന് ആളെ വെച്ച് ആഹാരം ഉണ്ടാക്കിയത് കൊണ്ടേ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത്രയും നാളും നിങ്ങളുടെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് ഞാൻ ജീവിച്ചില്ലേ, അതിന്റെ കൂലിയായിട്ടെങ്കിലും ഇനി എന്റെ മോനെ ഉപദ്രവിക്കില്ല എന്ന് ഒരു ഉറപ്പ് ഇവരിൽ നിന്ന് മേടിച്ച് താ എനിക്ക്. അവനും നിങ്ങളുടെ മോനാ, അത് മറന്നിട്ടാകരുതൊന്നും. അവൻ എന്റെ ചോരയാണെന്ന് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണിയടിച്ച് ഓർമ്മിപ്പിക്കൊന്നും വേണ്ടെന്നാമേ. അവന്റെ കാര്യത്തില് അധികം താമസമില്ലാതെ ഞാനൊരു തീരുമാനം എടുക്കും. അടുക്കള ഏതായാലും സീല് വെച്ച സ്ഥിതിക്ക് അന്നപ്പെണ്ണ് പോയി ഇത്തിരി റെസ്റ്റ് എടുക്ക്. പ്രഷറൊക്കെ ഒന്ന് കുറയട്ടെ. നീഞ്ഞു വാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, അമ്മച്ചി അവൻ ശരിക്കും സോപ്പിട്ട് മയക്കെടുത്തിരിക്കുക. ഇനി നോക്കിക്കോ, അമ്മച്ചി ചാച്ചന്റെ അടുത്ത് സ്വന്തം പേരിലുള്ള വസ്തു തിരിച്ചു ചോദിക്കും. എന്നിട്ട് അത് എഴുതി അവന് കൊടുക്കും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ സംഗതി കുഴപ്പമാവും ചാച്ചാ. ബെനിജോ, നീ ഒന്ന് മുറിയിലോട്ട് വന്നേ. ചാച്ചൻ എന്നത്തിനെ വിളിച്ചത്? പറയാം, നീ ആ വാതിലും കടച്ചേക്ക്. ഇനി പറ, സത്യത്തിൽ സണ്ണിച്ചൻ എന്താ സംഭവിച്ചത്? അത് പിന്നെ ചാച്ചാ, അങ്ങനെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? വന്നേ,
നീ എന്റെ വായിൽ മണ്ണിടാൻ നോക്കുന്നല്ലടാ. സണ്ണിക്ക് എന്നാ പറ്റിയെന്ന് നിനക്ക് അറിയില്ല അല്ലേ? ആളിനെ ഇറക്കി അവനെ കൊത്തി നുറുക്കിയത് നീയല്ലടാ. സത്യം പറഞ്ഞോ? ഇല്ലേ നിന്റെ നെഞ്ചത്ത് ഞാനായിട്ടൊരു കുരിശങ്ങ് കുത്തും. പറയടാ. ചാച്ച, ഞാൻ ചാച്ചൻ എന്നോട് ക്ഷമിക്കണം. അയാളോടെ ഉണ്ടേല് എന്നായാലും നമുക്കൊരു ബാധ്യതയാവൂലോ എന്ന് കരുതിയിട്ടാ. ശബ്ദിച്ചു പോരുത്. എനിക്കിപ്പോ ബാധ്യത നീയാണെങ്കിലോ? നിന്നെ ഒഴിവാക്കാൻ എനിക്കും വാടകയ്ക്ക് ആളിനെ ഇറക്കാലോ. അപ്പനറിയാതെ അതിബുദ്ധി കാണിക്കരുതെന്ന് പല വട്ടം പറഞ്ഞാ ഞാൻ. എന്നിട്ടും മിടുക്കനാവാൻ നോക്കിയേക്കുന്നു. ഇത് നിനക്കുള്ള അവസാനത്തെ ചീട്ടാ. ഇനി എന്റെ കണ്ണു വെട്ടിച്ച് നീ ഒരു കളിക്ക് തട്ടുകൊടുത്ത് ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ ദേ ഇങ്ങനെ ഒരെണ്ണത്തിന്റെ പേജ് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് അങ്ങ് പറിച്ചു മാറ്റും. കേട്ടല്ലോ? പൊയ്ക്കോ. നിന്നെ തന്ന വീതം കുറഞ്ഞു പോയി നിനക്ക് പരാതിയുണ്ടോ? ഏയ് ഇല്ല ചാ. ഇനി അതിന്റെ പേരിൽ എന്റെ പെങ്കൊച്ചിനെ അങ്ങ് തീർത്ത് കളയൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. നിന്നെ കുറിച്ച് ഞാൻ കേട്ടത് പറഞ്ഞതൊക്കെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. ഒരിക്കൽ പൂക്കാടിന്റെ മനസ്സിൽ ഒരാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അത് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ നിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നിന്റെ മുമ്പിൽ ഞാൻ പൊട്ടം കളിച്ചു നിന്നത് നീ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിട്ടാടാ പൊന്നു മോനെ. കളിച്ച് കളിച്ച് നീ അപ്പന്റെ നെഞ്ചത്താ കുഴിക്കിണർ കുത്തി കളിക്കുന്നല്ലടാ എന്നെനിക്ക് ഇപ്പൊ മനസ്സിലായി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം.